തിരൂർ മണ്ഡലം വനിതാ ലീഗ് കമ്മിറ്റി മണ്ഡലത്തിലെ CDSE ചെയർപേഴ്സൺമാർക്കും വൈസ് ചെയർപേഴ്സൺമാർക്കും ആദരം നൽകി. തിരൂർ മണ്ഡലം വനിതാ ലീഗ് UDF സ്ഥാനാർത്ഥി കുറിക്കോളി മൊയ്തീന്റെ ഭൂരിപക്ഷം വർദ്ധിക്കുന്നതിനു വേണ്ടിയും മണ്ഡലത്തിലെ CDS ചെയർപേഴ്സൺമാർക്കും വൈസ് ചെയർപേഴ്സൺമാർക്കുമുള്ള ആദരിക്കൽ പരിപാടിയും നടത്തി. പരിപാടി മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി ഹമീദ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മനസ്സിലായ പ്രധാനപ്പെട്ട കാര്യം എവിടെ ചെന്നാലും പരാതികളെ കെട്ടടിക്കുകയാണ്. പരാതികളെ കെട്ടിങ്ങനെ അടിക്കുകയാണ്. ഞാൻ പറഞ്ഞത് 10 കൊല്ലം ഒരു നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച, അത് 10 കൊല്ലം ഒരു മന്ത്രിയായ ഒരു നിയമസഭാ സാമാജികൻ ആ താനൂരിൽ ഇത്തരം ജനവിഭാഗങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നത് അവിടെ ചെന്ന് നമുക്ക് ബോധ്യമാണ്. ഇപ്പൊ എന്റെ നിയമസഭാ മണ്ഡലം വള്ളിക്കുന്ന് തീരദേശ മേഖലയാണ്. എനിക്ക് 8 കിലോമീറ്റർ തീരദേശമാണ്. കടലുണ്ടി നഗരം മുതൽ ആനങ്ങാടി ചെട്ടിപ്പടി വരെ എൻ്റെ നിയോജക മണ്ഡലമാണ്. നിങ്ങൾ ഇവിടുത്തെ തീരദേശത്തും എൻ്റെ തീരദേശത്തും പോയി നോക്കും. ഞാൻ ഈ 10 കൊല്ലമായിട്ട് അവിടെ വള്ളിക്കുന്നിലെ നിയമസഭാ സമാജം പ്രതിപക്ഷത്താണ്. ഒരു ഭരണകക്ഷി MLA അല്ല ഞാൻ. പക്ഷേ എനിക്ക് കിട്ടിയ സർക്കാരിൽ ലഭിച്ച ഫണ്ടുകളൊക്കെ ഞാൻ പരമാവധി യൂട്ടിലൈസ് ചെയ്ത് തീരദേശ മേഖലയിലാണ്. അത്രത്തോളം പാവങ്ങളായ ആളുകളാണ്. അപ്പൊ പിന്നെ എങ്ങനെയാണ് അവിടെ മത്സരിക്കാൻ ഒരു താല്പര്യമില്ല? അത് തീരദേശ മേഖല എന്നുള്ളതല്ല, വികസന പ്രവർത്തന രംഗത്ത് എന്ത് വേണമെങ്കിലും ചെയ്യാൻ സാധിക്കുന്ന 10 വർഷക്കാലം അബ്രഹ്മാന്റെ മുമ്പിലുണ്ടായിരുന്നു. നമ്മുടെ ജില്ലയുടെ മന്ത്രി അബ്രഹ്മാൻ എൻ്റെ അവിടെ അടുത്ത സുഹൃത്താണ്. മന്ത്രിയായ ഒരു നിയമസഭാ സാമാജികൻ ആ നിയമസഭാ മണ്ഡലത്തിന്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടി എന്തും ചെയ്യാൻ സാധിക്കുന്ന ഒരു 10 വർഷക്കാലം കിട്ടിയിട്ട് അത് ഫലപ്രദമായി പ്രയോജനപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആദ്യം അവിടെ മത്സരിക്കാൻ കൂട്ടാക്കാത്തതും മത്സരിക്കുകയാണ് എന്നത് ഞാൻ തിരൂരിലെ മത്സരിക്കുള്ളൂ എന്ന് പറയാൻ കാരണം വനിതാ ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി PI റൈഹാനത്ത് സ്വാഗതം പറഞ്ഞ പരിപാടി മണ്ഡലം പ്രസിഡന്റ് ഷെരീഫ ബി അധ്യക്ഷയായി. അഡ്വക്കേറ്റ് KP മറിയുമ മുഖ്യാതിഥിയായ ചടങ്ങിൽ വെട്ടം ആലിക്കോയ മുഖ്യപ്രഭാഷണം നടത്തി. പറഞ്ഞതുപോലെ 10 ദിവസമാണ് നമുക്കുള്ളത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത് വനിതകളാണ്. അതുകൊണ്ട് തന്നെ നമുക്കാണ് ഇതിൻ്റെ ജോലി കൂടുതൽ ചെയ്യാനുള്ളത്. ഇവരൊക്കെ ഇങ്ങനെ പുറത്ത് അങ്ങാടികളൊക്കെ നടന്ന് ഇങ്ങനെ പ്രസംഗിക്കുന്നല്ലാതെ വീട്ടിൻ്റെ ഉള്ളിലാണ് വോട്ട്. ആണുങ്ങൾ വോട്ട് കുറവാണ്. അപ്പോൾ നമുക്കാണ് വോട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ പ്രവർത്തനം ചുരുങ്ങിയത് നിങ്ങളെ വീട് സ്ക്വാഡ് വർക്കാണ് ചെയ്യുന്നത്. ദേശീയ ലീഗ് അസിസ്റ്റന്റ് സെക്രട്ടറി MP മുഹമ്മദ് കോയ സാമൂഹിക പ്രവർത്തനത്തിന്റെ ഭാഗഭാഗമൊന്നും അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതില്ല. കാരണം അവർ കുടുംബശ്രീ പ്രവർത്തനത്തിലൂടെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നവരാണ്. ഇവിടെ അമിതാക്ക ഒരുപാട് കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. നമ്മൾ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് പറയേണ്ട ഒട്ടനവധി കാര്യങ്ങൾ, പ്രത്യേകിച്ച് കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഭരണത്തിന്റെ ദോഷഫലങ്ങൾ. ജില്ലാ വനിതാ ലീഗ് വൈസ് പ്രസിഡന്റ് നസീബ അസീസ്, മുനിസിപ്പൽ മുസ്ലിം ലീഗ് പ്രസിഡന്റ് KP ഹുസൈൻ, കണ്ടാത്ത് കുഞ്ഞിപ്പ, വെട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് സക്കീന തുടങ്ങിയവർ സംസാരിച്ചു. KP സുബൈദ ഖിറാത്ത് അവതരിപ്പിച്ചു. KV സുബൈദ, താഹിറ തലക്കാട്, മെഹർനീസ വെട്ടം, V ആയിഷക്കുട്ടി എന്നിവർ നേതൃത്വം നൽകി. KM സുഹറ നന്ദി പറഞ്ഞു. ന്യൂസ് 99 തിരൂർ. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.